ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ടും പുറം ഭാഗം നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഈ ഒരു കപ്പിന് ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ മൈദ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ അരിപ്പൊടി എടുക്കുന്നത്. 1/4 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര കൂടുതലായി പോകരുത്, നമ്മുടെ പഴംപൊരിയുടെ കളറൊക്കെ മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം അപ്പസോഡ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 കപ്പ്, നമ്മൾ മൈദ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെയാണ് 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് നമ്മുടെ പഴംപൊരിക്കുള്ള ബാറ്റർ വേണ്ടത് കേട്ടോ. അപ്പോൾ ബാറ്ററൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഴംപൊരിക്കുള്ള പഴമാണ്. ഞാനിവിടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് പഴുത്ത് പോകണ്ട കേട്ടോ. ഒരുപാട് അങ്ങ് പഴുത്ത പഴം എടുത്തു കഴിഞ്ഞാൽ ഓയിലൊക്കെ കുടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പഴുത്ത പഴം വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നടുകൊന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴമൊക്കെ ആ ബാറ്ററിലൊന്ന് മുക്കി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പഴം ആ ബാറ്ററിലേക്ക് മുക്കുന്ന സമയത്ത് ബാറ്റർ ഉണ്ടല്ലോ, അത് ഒരുപാട് അങ്ങനെ ഒഴുകി പോകാത്ത രീതിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതുപോലെയാണ് കേട്ടോ. നമ്മളൊരു പഴം അതിൽ മുക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ വേണം കിട്ടാനായിട്ട്. നമുക്കത് ബാറ്ററിൽ മുക്കി ഓരോന്നോരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. പെട്ടെന്നത് പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടുകയില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ മാവ് പുളിക്കാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കതൊക്കെ ഒന്ന് ആ ഓയിലിൽ നിന്നൊന്ന് കോരി മാറ്റണം. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഉള്ളത്. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കുള്ളൂ കേട്ടോ. അത്ര നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന്
ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.